കിഡ്നി ഡിസീസ് പറയുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് സിറ്റുവേഷനിൽ ഇങ്ങനെ സഡൻ ആയിട്ട് അക്യൂട്ടായിട്ട് കിഡ്നി പ്രോബ്ലം വരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും അതിൽ പോലും പലപ്പോഴും പറയുന്നത് ആ അക്യൂട്ട് വന്നത് ചിലപ്പം ഐഡന്റിഫൈ ചെയ്തപ്പോഴാണെങ്കിലും അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ പറഞ്ഞ വേറെ രോഗങ്ങളിൽ നിന്നൊക്കെ ആവാമെന്നുള്ളതാണ്. എന്താണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്? കിഡ്നി ഡിസീസ് അക്യൂട്ട് ഉണ്ട്, ക്രോണിക് ഉണ്ട്. അക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിതിൻ ഒരു 12 വീക്സ് അല്ലെ ഒരു 3 മന്ത്സിനുള്ളിൽ കിഡ്നി ഫെയിലിയറിലേക്ക് സിംറ്റമാറ്റിക് കിഡ്നിയുടെ സിംറ്റം ആയിട്ട് വരണമെങ്കിൽ GFR ലെസ് ദാൻ 15 ആയി ഒരു 4 5 ക്രിയാറ്റിനൊക്കെ വരുന്നപ്പോഴേക്കും അത് 3 മാസത്തിനുള്ളിൽ എത്തുകയാണെങ്കിൽ നമ്മൾ അതിനെ അക്യൂട്ട് റിനൽ ഫെയിലിയർ എന്ന് പറയും. പിന്നെ വർഷങ്ങളെടുത്ത് ഗ്രാജ്വലി സ്ലോ ആയിട്ട് വരുന്നതിനാണ് ക്രോണിക് റിനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. ക്രോണിക് റിനൽ ഫെയിലിയറിൽ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഡയബറ്റീസ് തന്നെയാണ്. ഡയബറ്റീസ് കൂടി ഇങ്ങനെ കുറേ കാലങ്ങൾ കൊണ്ട് കിഡ്നി കുറഞ്ഞു പോകുന്നതാണ് ഒന്ന്. അതുപോലെ ഹൈപ്പർ ടെൻഷൻ. പിന്നെ ഒരു IgA നെഫ്രോപ്പതി എന്ന് പറഞ്ഞൊരു ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉണ്ട്. ഇതിലൊക്കെയാണ് അക്യൂട്ടായിട്ട് വരുന്നത്. ഇതിലൊക്കെയാണ് ക്രോണിക് ആയിട്ട് വരുന്നത്. പിന്നെ അക്യൂട്ട് എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പം നമ്മൾ ഈ സ്റ്റെൻറ്റൊക്കെ ഇടാനായിട്ട് കാർഡിയോളജി ടെസ്റ്റിൻ്റെ ഒക്കെ പോയി ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ഒക്കെ ചെയ്യുമ്പം ഒരു ഡൈ ഇഞ്ചെക്ട് ചെയ്യും. അതുപോലെ പല സ്കാനിങ്ങുകൾക്ക് വേണ്ടിയിട്ട് ഡൈ ഇഞ്ചെക്ട് ചെയ്യും. ഇതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് നെഫ്രോപ്പതി എന്ന് പറയും. പിന്നെ ഈവൻ ലോങ് ടൈം നമ്മൾ ലോങ് ടൈം ഒന്നും വേണമെന്നില്ല. ചിലർക്ക് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളവർക്ക് അനാൾജസിക് നെഫ്രോപ്പതി എന്ന് പറയും. നമ്മൾ ഈ ആസ്പിരിന് അങ്ങനത്തെ ഇങ്ങനെ പെയിൻ കില്ലേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരാം. പിന്നെ ചില കീമോതെറാപ്പി ഏജൻറ്റ്, ചില ആൻറ്റിബയോട്ടിക്, ഇതൊക്കെ ഒരു ഡ്രഗ് ഇൻഡ്യൂസ്ഡ് റീനൽ ഫെയിലിയർ അക്യൂട്ടായിട്ട് വരാം. പിന്നെ ചില ടോക്സിൻസ്, ഇവൻ നമുക്കറിയാം പാമ്പ് കടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലതരം പാമ്പിൻ്റെ വിഷം വേണേൽ അക്യൂട്ട് റീനൽ ഫെയിലിയർ ഉണ്ടാക്കാം. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് അക്യൂട്ട് വരാം. പിന്നെ ചിലപ്പോൾ ഈ ഫുഡ് ഇൻഫെക്ഷൻ വന്നാൽ മതി. അതിനകത്തൊരു പ്രത്യേക ബാക്ടീരിയയുടെ ടോക്സിൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് റീനൽ ഫെയിലിയറിലേക്ക് പോകാം. അങ്ങനെ ഇപ്പം ക്രോണിക് റീനൽ ഫെയിലിയർ ഉണ്ടാകുന്നത് ഡയബറ്റിക് ആൻഡ് കിഡ്നി പേഷ്യൻസ്, ഫാറ്റി ലിവർ ഇതൊക്കെ ഉള്ളവർക്കാണ് ഈ ക്രോണിക് റീനൽ ഫെയിലിയർ ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് ആണ് ഈ അക്യൂട്ട് റീനൽ ഫെയിലിയറും ഉണ്ടാകാൻ ചാൻസ് കൂടുതൽ. കാരണം അവരുടെ കിഡ്നി ഓൾറെഡി കോംപ്രമൈസ്ഡ് ആയിരിക്കും. അപ്പം ചിലപ്പോൾ ഒരു പലപ്പോഴും പല ഡയബറ്റിക് പേഷ്യൻസും കിഡ്നി ഫെയിലിയറിലേക്ക് എത്തുന്നത് ചിലപ്പോൾ ഒരു ഫുഡ് ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പോഴായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ആൻജിയോപ്ലാസ്റ്റിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആൻജിയോഗ്രാം ചെയ്ത് കഴിയുമ്പോഴേക്കും ആയിരിക്കും.